അപ്പോ ഇന്ന് നമ്മുടെ ഗെയിം 2027 കഴിഞ്ഞ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഗെയിമിനകത്ത് വന്ന മാറ്റങ്ങളും പുതിയതായിട്ട് വന്ന പ്ലേയേഴ്സും ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്ന പ്ലേയേഴ്സ് ഇതൊക്കെ അതിനെ കുറിച്ചൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെന്ന് നമ്മൾ അക്കൗണ്ട് ഫോളോ ചെയ്ത് വെക്കാം. അപ്പോൾ ഈ വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ആദ്യം തന്നെ നോക്കുന്ന സമയത്ത് ഫ്രീ ആയിട്ട് എറ്റോടെ കാർഡ് ഡബിൾ സ്കില്ല് കൊടുത്ത ഒരു ഗെയിമിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ ഒബമാങ്ങിന്റെ കാർഡും ഡബിൾ സ്കില്ലാണ് കൊടുത്തിട്ടുള്ളത്. രണ്ട് പ്ലേയേഴ്സും ബോൾ പോസറാണ്. അപ്പൊ ആരും മിസ്സാക്കുന്നത് ഡെയിലി ഗെയിമിനകത്താണ് ഈ രണ്ട് പ്ലേയേഴ്സിനെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നോക്കുന്ന സമയത്ത് റോയ് കുസ്റ്റാടെ കാർഡ് നമ്മുടെ റോളിന്റെ ആ ഒരു സ്ഥാനത്ത് റോയ് കുസ്റ്റാടെ കാർഡാണ് ഈ തവണ വന്നിട്ടുള്ളത്. പിന്നെ സുവാറസിന്റെ കാർഡ് ഡബിൾ സ്കില്ലാണ്. നിങ്ങൾക്ക് 70 രൂപയ്ക്ക് ഷോപ്പിനകത്ത് കയറി പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഒരു ഫ്രീ ആയിട്ട് ഒരു മാനേജർ ഒരു ഓവർലോഡ് എന്ന് പറയുന്ന പുതിയൊരു ടാറ്റിക്സ് കൊണ്ടുവന്ന് ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഗെയിം കളിക്കാം. ചുമ്മാ നോക്കിയിട്ടിരുന്നാൽ നടക്കൂല. എന്തായാലും ഗെയിം കളിച്ചാലേ ഈ പ്ലേസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. പിന്നെ എന്തായാലും നോക്കുന്ന സമയത്ത് ഹസാർഡിന്റെ പാക്ക് നാളത്തേക്കാണ് അവർ കൊണ്ടുവരാനായിട്ട് പോകുന്നത്. 14-ാം തീയതിയാണ് അവർ ഡേറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഹസാർഡിന്റെ പാക്കിൽ ഒരു ചാൻസ് ഡീല് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ചാൻസ് ഡീല് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന കൂപ്പൺ കോഡ് അടിച്ചു കൊടുത്താൽ ആ ചാൻസ് ഡീല് നിങ്ങൾക്ക് എന്തായാലും ഇൻബോക്സിനകത്ത് കിട്ടുന്നതായിരിക്കും. പിന്നെ മെയിനായിട്ട് പറയാനായിട്ടുള്ളത് ടൂർണമെന്റ് മോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു മോഡ് വന്നിട്ടുണ്ട്. ടൂർണമെന്റ് ഒക്കെ നടത്തുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ് ഈ ടൂർണമെന്റ് മോഡ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ. അപ്പോൾ എന്തായാലും അതൊക്കെ എന്തായാലും എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന സാധനമാണ്. ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് കളിക്കുന്ന സമയത്ത് ഒരു ടൂർണമെന്റ് പോലെ സെറ്റ് ചെയ്ത് കളിക്കാനുള്ള ഒരു ഓപ്ഷൻ അതിനകത്തുണ്ട്. നമ്മൾ മുമ്പ് PUBG ഒക്കെ കളിക്കുന്ന സമയത്ത് ഇനി ഒരാൾക്ക് വാച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഒക്കെ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുപോലെയൊക്കെയാണ് ഈ സാധനം അവർ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ എടുത്ത് പറയാനായിട്ടുള്ളത് 2 പ്ലേയിങ് സ്കെയിൽ കൊടുത്തിട്ടാണ് ഇപ്പോൾ ഓരോ പ്ലേയേഴ്സിനെ അവർ കൊണ്ടുവരുന്നത്. പിന്നെ 4 ബൂസ്റ്ററിന്റെ 4 പ്ലസ് കൊടുത്തിട്ട് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി വരുന്ന ബൂസ്റ്ററൊക്കെ നമുക്ക് 4 പ്ലസ് വെച്ച് കിട്ടുമെന്നാണ് അതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഗെയിം പ്ലേ നോക്കുന്ന സമയത്ത് ഗെയിം പ്ലേനകത്ത് കുറെ മാറ്റങ്ങളുണ്ട്. എന്തായാലും ഞാൻ സ്ക്രീനിൽ കാണിക്കാം. ഇതൊക്കെയാണ് 2027 അപ്ഡേറ്റ് കഴിഞ്ഞ് ഗെയിമിനകത്ത് മെയിനായിട്ട് വന്നിട്ടുള്ള കാര്യം. ഡെയിലി ഗെയിം പഴയത് മാറി ഇപ്പൊ പുതിയതാക്കി. ഇതൊക്കെ നമ്മൾ എന്തായാലും വീഡിയോസ് ഒക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. എന്തായാലും ഞാൻ കാണാത്തവർക്ക് വേണ്ടി സ്ക്രീനിൽ കാണിക്കാം. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ട് എടുത്ത് പറയാനായിട്ടുള്ളത്. ഇത്രയൊക്കെ ഉള്ളൂ 2027. പിന്നെ കുറച്ച് പ്ലേസ് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ അതൊന്നും ആരും മിസ്സാക്കണ്ട. എറ്റോടെ കാർഡ് പിന്നെ ഒബ്മൈങ്ങിന്റെ കാർഡ് രണ്ടും ബെസ്റ്റ് കാർഡ് തന്നെയാണ്. അപ്പോൾ അതൊന്നും ആരും മിസ്സാക്കണ്ട. സുവാർസിനെ വേണമെന്നുണ്ടെങ്കിൽ സുവാർസിനെ നമുക്ക് അതിനകത്ത് കയറി പർച്ചേസ് ചെയ്യാം. 70 രൂപയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് 2027 അപ്ഡേറ്റ് കഴിഞ്ഞ് ഗെയിമിനകത്ത് വന്നിട്ടുള്ളത്. എന്തായാലും ഗൈസ് നമുക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്തു. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് ചെയ്തു ഗൈസ്. ഇപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് കാണാം.